നമസ്തേ, ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ഇതൊന്നും പ്രഗ്നൻസിയിൽ അനുഭവിക്കാത്ത സ്ത്രീകൾ വളരെ വിരളമാണ്. പ്രഗ്നൻസിയുടെ ചില ഹോർമോണിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് വളരുന്ന യൂട്രസ്, ആ കുഞ്ഞ് വളരുമ്പോൾ അതനുസരിച്ചുള്ള പ്രഷർ ചേഞ്ചൊക്കെ ഇതിൻ്റെ ഈ പ്രോബ്ലംസ് കൂട്ടും. അപ്പോൾ ഇത് എപ്പോഴാണ് പ്രോബ്ലം, ഇതിന് എന്തൊക്കെ മെഡിസിൻ എടുക്കാം, നാച്ചുറലായിട്ട് എന്ത് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഈ കുടൽ എന്ന് പറയുമ്പോഴത് വായിൽ ആരംഭിച്ച് മലദ്വാരത്തിൽ എൻഡ് ചെയ്യുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ അപ്പർ ഗട്ട് എന്ന് പറയുമ്പോൾ ഈസോഫേഗസ് അല്ലെങ്കിൽ അന്നനാളം ആമാശയത്തിലേക്ക് ചേരുന്നു. ആമാശയത്തിൽ നിന്നത് ചെറുകുടലിലേക്ക് കണക്റ്റഡ് ആവുന്നു. അതാണ് അപ്പർ പാർട്ട്. ഈ ഭാഗത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഈ സമയത്ത് ഈ പുളിച്ചു തകട്ടലും ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണഗതിയിൽ അന്നനാളത്തിൽ നിന്നും ആമാശയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. അന്നനാളത്തിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഈ ഫുഡ് അന്നനാളത്തിലൂടെ ചെന്ന് ഈ സ്ഫിങ്ക്റ്റർ അന്നേരം ലൂസായി നമ്മുടെ ഫുഡിനെ താഴേക്ക് ആമാശയത്തിലേക്ക് വിടുന്നു. എന്നാൽ ഇത് തിരിച്ച് തികട്ടി കയറിപ്പോകാതിരിക്കാനായിട്ട് ഈ സ്ഫിങ്ക്റ്റർ അതിനുശേഷം അത് ടൈറ്റ് ആകും. അപ്പോൾ സാധാരണഗതിയിൽ ഈ പുളിച്ചു തികട്ടൽ ഈ സ്ഫിങ്ക്റ്റർ നല്ല ടൈറ്റായിട്ടുള്ളവരിൽ ഉണ്ടാവാറില്ല. പ്രഗ്നൻസിയുടെ ഹോർമോണിൻ്റെ ചേഞ്ചൊക്കെ മൂലം ഈ സ്ഫിങ്ക്റ്റർ ലൂസാവാനും ഈ ഭക്ഷണം തികട്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ പ്രഗ്നൻസിയിൽ ഫുഡ് കുറച്ച് ഡിലേഡ് ആയിട്ട് താഴേക്ക് പാസ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ സ്റ്റൊമക്കിലൊക്കെ ഈ ഫുഡ് കുറേ സമയം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വളരുന്ന യൂട്രസ്, പ്രത്യേകിച്ച് അവസാന മാസങ്ങളിലൊക്കെ ഈ ബേബി വളരുമ്പോൾ ഈ വയറിന് ആമാശയത്തിലേക്ക് കൂടുതൽ പ്രഷർ വരുമ്പോഴും ഈ തികട്ടലും ഈ പ്രശ്നങ്ങളുമൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ ആമാശയത്തിലാണ് ഈ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു മ്യൂക്കസ് കവർ കാരണം സാധാരണഗതിയിൽ ഈ ആസിഡിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ അന്നനാളത്തിൽ ഈ മ്യൂക്കസ് കോട്ടിങ്, ഈ മ്യൂക്കസിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിനാൽ ഈ പുളിച്ചു തികട്ടലും ഒക്കെ വരുമ്പോൾ ഈ ആസിഡ് മുകളിലേക്ക് കയറുമ്പോൾ ഈ ബേണിങ് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പുളിച്ചു തികട്ടൽ കുറയ്ക്കാൻ എന്ന് നമുക്ക് നോക്കാം. സാധാരണ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സാധാരണ പറയുക എപ്പിഗ്യാസ്ട്രിക് പെയിൻ, അതായത് അപ്പർ ടമ്മിയിലുള്ള വേദന, പുകച്ചിൽ, പെട്ടെന്നിങ്ങനെ പുളിച്ച് തികട്ടി വായിൽ സലൈവ അങ്ങ് നിറയുന്ന ആ പ്രോബ്ലം, ഒരു വാട്ടർ ബ്രാഷ് എന്ന് പറയും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്. മൈൽഡ് ഫോം ആണെങ്കിൽ നമ്മൾ പറയും ചില നാച്ചുറൽ റെമഡീസ് ശ്രമിച്ച് നോക്കുക. ഭക്ഷണം കഴിച്ച പാടെ കിടക്കരുത്. കിടക്കുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും തീർച്ചയായിട്ടും ഫുഡ് കഴിച്ചിരിക്കണം. വെള്ളമാണെങ്കിൽ 2 മണിക്കൂർ മുമ്പെങ്കിലും കുടിക്കുന്നതാണ് നല്ലത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ കൂടുതൽ വെള്ളം കുടിക്കരുത്. അപ്പോൾ കൂടുതൽ വയറ് നിറയാനും കൂടുതൽ തികട്ടി വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഇൻ ബിറ്റ്വീൻ മീൽസ് വെള്ളം കുടിച്ചാൽ അതൊന്നുകൂടെ നല്ലതാണ്. അതുപോലെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക. കോഫിയൊക്കെ ആണെങ്കിലും ചിലർക്ക് കൂടുതൽ കുടിക്കുന്നത്, കഫീൻ്റെ ഇൻടേക്ക് ഒരു 2 ഗ്ലാസ്സിൽ കൂടുതൽ കോഫി പ്രഗ്നൻസിയിൽ നല്ലതല്ല. ഫാറ്റി ഫുഡ്സ് കൂടുതൽ ഇത് ട്രിഗർ ചെയ്യാം. അപ്പം ചിലർക്ക് ഒരു അല്പം ലോ ഫാറ്റ് മിൽക്ക്, അല്പം കോൾഡായിട്ടുള്ള ലോ ഫാറ്റ് മിൽക്ക് കുടിച്ചാൽ ചിലപ്പോൾ ഈ ബേണിംഗ് സെൻസേഷൻ ഇത്തിരി കുറയുന്നത് കാണുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അവരുടെ പോസ്ചറാണ്. അതായത് ഇരിപ്പ്, പ്രത്യേകിച്ച് അപ്രൈറ്റായിട്ട് നമ്മൾ നേരെ ഇരിക്കുക. കിടക്കുമ്പോൾ ഇത്തിരി പൊങ്ങി കിടക്കേണ്ട സമയത്ത് ഒരു 45 ഡിഗ്രിയൊക്കെ ഒന്ന് പൊക്കി ഒന്ന് 2-3 പില്ലോ ഒക്കെ വെച്ച് പൊക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ബെഡിൻ്റെ തലഭാഗം നമുക്ക് അല്പം പൊക്കി വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ തികട്ടൽ അല്പം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സ്മോക്കേഴ്സിലും കൂടുതലാണ്. നമ്മുടെ നാട്ടിലും ചിലരിപ്പോൾ സ്മോക്കിംഗ് ടെൻഡൻസി കാണുന്നുണ്ട്. അപ്പോൾ സ്മോക്കിങ്ങും ഈ സ്ഫിങ്ക്റ്റർ ലൂസാവാനും ഈ പ്രോബ്ലംസൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. സ്മോക്കിംഗ് ഉള്ളവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഈ മൈൽഡായിട്ടുള്ള റെമഡീസ് കൊണ്ടൊന്നും അവരുടെ സിംറ്റംസ് മാറുന്നില്ല എങ്കിൽ ആൻറ്റാസിഡ്സ് പോലെയുള്ള മെഡിസിൻസ് അവരെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ലിക്വിഡ് ആൻറ്റാസിഡ് ആണെങ്കിൽ പെട്ടെന്ന് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകും. ചില ആൻറ്റാസിഡ് കണ്ടൻറ്റിൽ സോഡിയമൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൻറ്റാസിഡ്സ് ആണ് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചിലത് ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആൻറ്റാസിഡ്സ് കഴിക്കുക. പിന്നെ അത് പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് കാണുന്നുണ്ട്. ചില ആൽജിനേറ്റ് എന്നുള്ളൊരു കണ്ടൻറ്റുള്ള മെഡിസിൻ, പ്രത്യേകിച്ച് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട്, വയറിലെ മ്യൂക്കസുമായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് ഉണ്ടാക്കി ഈ തികട്ടൽ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുഡിന് ശേഷം അത് കഴിക്കുമ്പോൾ അത് ഇഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അതുകൊണ്ടും ഇഫക്റ്റീവ് ആവാത്തവർക്ക് നമ്മൾ ചിലപ്പോൾ മിപ്പറസോൾ അങ്ങനത്തെ പോലത്തെ മെഡിക്കേഷൻസ് ചിലപ്പോൾ വേണ്ടി വരും. അതും ആവശ്യമെന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. അപ്പോൾ ഈ മാതിരിയുള്ള
റെമഡീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എപ്പോഴാണ് നിങ്ങൾ വിജിലൻ്റ് ആവേണ്ടത് കൂടുതലായിട്ടെന്ന് ചോദിച്ചാൽ, അസോസിയേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ബ്ലഡ് ഒമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്ലഡ് മോഷനിലൂടെ പോകുന്നതായിട്ട് സംശയിക്കുക, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ വിവരങ്ങൾ പറയുക. എപ്പിഗ്യാസ്ട്രിക് പെയിൻ പോലെ ഈ ഹാർട്ട് ബേൺ പലർക്കും ഹാർട്ട് അറ്റാക്കുമായിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ പ്രഗ്നൻസിയിൽ നമുക്ക് കൂടുതൽ വിജിലൻ്റ് ആവേണ്ടത് പ്രഷർ കൂടുതലുള്ളവരിൽ ഈ ഹാർട്ട് ബേൺ കൂടുതലായിട്ടുണ്ടായാൽ അത് ചിലപ്പോൾ അവർക്ക് പ്രഷറിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ്റെ ഒരു സിംറ്റം ആവാം. അപ്പോൾ പ്രത്യേകിച്ച് അവസാന മാസങ്ങളിലൊക്കെ ഈ ഹാർട്ട് ബേൺസ് കൂടുതലായിട്ടുള്ളവർ അവരുടെ പ്രഷർ ചെക്ക് ചെയ്യുക, ഡോക്ടറോട് ആ വിവരം പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഹാർട്ട് ബേൺ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെമഡീസ് നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ ഈ പോസ്ചർ കൊണ്ടും നിങ്ങളുടെ ഫുഡിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുമൊക്കെ നിങ്ങൾക്ക് ഇതിനൊരു നല്ല പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.